മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് പാഞ്ഞാള് എന്ന് പറയുന്ന വേദഗ്രാമത്തിൽ പണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ നടന്ന ഒരു വേദയജ്ഞാണ്. അതിരാത്ര യജ്ഞം നടന്നു. എനിക്ക് തോന്നുന്നത് 1969, 70കളിലാണ് നടന്നത്. കുറേ കാലമായി അതിൻ്റെയൊക്കെ സ്മരണ പുതുക്കിക്കൊണ്ട് ഒരു വൈദിക സെമിനാർ നടത്തി. പരമമായ വേദാചാര്യന്മാരെ ആരാധിക്കുകയൊക്കെ ചെയ്തു. ശ്രീ കുമ്മനം രാജശേഖരനും അതുപോലെ പലരും ഉണ്ടായിരുന്നു. എന്നോടും വരണമെന്ന് പറഞ്ഞിരുന്നു. ഇതിന് ഒരെണ്ണത്തിന് മാത്രമായിട്ട് തിരുവനന്തപുരത്തിന് അവിടം വരെ പോവുക വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് സാധിക്കുമെങ്കിൽ വരാം, ഉറപ്പില്ല പറഞ്ഞു. അത് നന്നായിട്ട് നടന്നു. അതിൽ പങ്കെടുത്ത ഒരാള് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറേ, ഈ വൈദിക സെമിനാറിൽ ഒരു മുസ്ലിം പങ്കെടുത്തിരുന്നു. അദ്ദേഹം തലയിൽ തൊപ്പിയൊക്കെ വെച്ച് പക്ക മുസ്ലിമായിട്ട് എടുത്തോണ്ട് മുണ്ടെടുത്തോണ്ട് 2 ദിവസമൊക്കെ നടന്ന ആ സെമിനാറിൽ ഇയാള് 5 നേരവും നിസ്കരിക്കുന്നുണ്ടായിരുന്നു. ഈ സെമിനാറിൽ അയാളെ എല്ലാവർക്കും ബഹുമാനമായിരുന്നു, ഹിന്ദുക്കൾക്ക് ബഹുമാനമായിരുന്നു. അങ്ങനെയാണല്ലോ സാധാരണ. ഹിന്ദുക്കളുടെ സെമിനാറിൽ ഒരു മുസ്ലിം വന്നാൽ അവന് വേണ്ടിയിട്ട് മുഴുവനും ഡിസ്റ്റോർട്ട് ചെയ്ത് പറയുന്ന ഒരു സ്വഭാവം ഹിന്ദുക്കൾക്ക് ഉണ്ട്, മതേതരത്വം പറയാൻ. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാരിങ്ങനെ പോസിറ്റീവ് പറയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 2-3 മണിയായപ്പോഴാണെന്ന് തോന്നുന്നു എന്നോട് വിളിച്ചു പറഞ്ഞ ആൾ പറഞ്ഞത് ഞാൻ അതേപോലെ പറയുകയാണ്. ഇയാൾ ഈ സെമിനാറിൽ സ്റ്റേജിൽ കയറി, എല്ലാവർക്കും വലിയ ബഹുമാനായി. അയാൾ കയറി പറഞ്ഞത്, ഈ നാടിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മുടെ ഹിന്ദുക്കളുടെ, നമ്മുടെ എന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ വേദങ്ങളും ബാക്കിയുള്ളതൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിച്ചത് മാക്സ് മുള്ളറാണ്. ആ മാക്സ് മുള്ളറെ നിങ്ങൾ എത്രയാ അവഹേളിച്ചത്, എത്ര നിരാകരിച്ചു, നിഷേധിച്ചു, പുച്ഛിച്ചു എന്ന് ആ മുസ്ലിം സ്റ്റേജിൽ കയറി പറഞ്ഞു. അപ്പൊ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇതെന്ത് സംഭവമായത്, അങ്ങനെ നിഷേധിച്ചിട്ടുണ്ടോ? ഇവർക്കൊക്കെ സംശയമായി, എല്ലാവർക്കും സംശയമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഹിന്ദുവിന്റെ തലയ്ക്കകത്ത് വരുന്ന സംശയത്തിന് ഒരു കണക്കും ഇല്ലല്ലോ. എല്ലാവർക്കും സംശയമായി. കുമ്മനം ഉൾപ്പെടെ ആരും മറുപടി പറഞ്ഞില്ല. പക്ഷെ അന്ന് രാത്രി എന്നോട് വിളിച്ച് 2-3 പേര് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, സെമിനാർ നടത്താൻ പോകുന്നവര് ഇതുമാതിരിയുള്ള കമന്റ് വരുമ്പോഴത്തേക്കും ഉത്തരം കൊടുക്കാനും കൂടി പഠിച്ചിട്ട് വേണ്ടിയിരുന്നു കയറാൻ. ഇങ്ങനെയുള്ളതെല്ലാം വരും, ഇത് വരികയും വേണം. കാരണം എന്തെങ്കിലുമൊക്കെ നടത്തുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതുമായിട്ടുള്ള കമന്റുകളെ വരുള്ളൂ, ചോദ്യങ്ങളെ വരുള്ളൂ, പ്രതിഭാസങ്ങളെ നടക്കുള്ളൂ. അവിടെ നടക്കുന്നത് അതെല്ലാമാണെന്ന് ധരിക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണിത്. എന്നിട്ട് ഞാനിവിടെ പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് വിവരിക്കാം. ലോർഡ് മെക്കോളെ മാക്സ് മുള്ളർക്ക് കൊടുത്ത നിർദ്ദേശം, ഭാരതത്തിൽ ഇംഗ്ലീഷുകാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ ഹിന്ദുവിനെയും കൺവെർട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പം മാക്സ് മുള്ളറുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ മെക്കോളെ മാക്സ് മുള്ളറോട് പറഞ്ഞത്, ഇവിടുത്തെ വേദത്തിലെ ചിന്താധാരകൾ ഈ ഹിന്ദുക്കളുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി കൺവെർട്ട് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളാക്കാം. അപ്പം മാക്സ് മുള്ളറോട് പറഞ്ഞു, ഈ വേദം തനി പ്രാകൃതരായ ജനങ്ങളുടെ കൂക്കിവിളിയാണ്, തനി ലൈംഗികവും യുദ്ധവും ആര്യന്മാരും ദ്രാവിഡന്മാരും തമ്മിലുള്ള യുദ്ധവുമെല്ലാമാണെന്ന് രീതിയിൽ വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറഞ്ഞു. മിസ്ഇൻറ്റർപ്രറ്റ് ദ വേദാസ് ആൻഡ് ഐ വിൽ ബി ഓഫറിംഗ് യു £5 per page. ഒരു പേജ് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ 5 പൗണ്ട് വെച്ചിട്ട് മെക്കോളെ മാക്സ് മുള്ളർക്ക് കൊടുത്തിട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു 8 അധ്യായങ്ങൾ. അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തതിന് ശേഷമാണ് കുറച്ച് വേദ പണ്ഡിതര്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന വേദ പണ്ഡിതരുടെ കയ്യിൽ ഈ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത വേദം കൊടുത്തു. അവർ പറഞ്ഞു, ഇത് വേദത്തിന്റെ വ്യാഖ്യാനമേ അല്ല, ഇന്റർപ്രിട്ടേഷനും അല്ല, ഇത് ദുരുദ്ദേശത്തോടുകൂടി മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തതാണ്. അപ്പൊ മാക്സ് മുള്ളർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് മാറ്റിയിട്ട് വേറെ രീതിയിൽ എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ വേദപണ്ഡിതർ പറഞ്ഞു, നിങ്ങൾ വേറെ എഴുതിയാലും വിരോധമില്ല, എഴുതിയില്ലേലും വിരോധമില്ല, ഇത് നശിപ്പിക്കണ്ട. ഇങ്ങനെ ദുഷ്ടബുദ്ധിയോടുകൂടിയ
ഒരു ഇന്റർപ്രിട്ടേഷനും പോസിബിൾ ആണെന്ന് വരുന്ന തലമുറ അറിഞ്ഞോട്ടെ, അത് അതേപോലെ നിലനിൽക്കട്ടെ. പക്ഷെ അത് മാക്സ് മുള്ളർക്ക് ഭയങ്കര വേദനയുണ്ടാക്കി. ഈ കാലയളവിലാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ മാക്സ് മുള്ളർ ഒരു ലെക്ചർ കൊടുത്തപ്പോൾ ഇന്ത്യക്കാരെ ഡിവൈഡ് ആൻഡ് റൂൾ ആക്കാൻ എളുപ്പ വഴി ദക്ഷിണ ഭാരതത്തിലുള്ളവരുടെ തൊലി കറുത്തതും ഉത്തര ഭാരതത്തിലുള്ളവരുടെ തൊലി വെളുത്തതുമായതുകൊണ്ട് ഉത്തര ഭാരതീയർ ആര്യന്മാരും ദക്ഷിണ ഭാരതീയർ ദ്രാവിഡന്മാരും എന്ന പേര് നമുക്ക് കൊടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഓഡിറ്റോറിയത്തിൽ തിങ്ങിക്കൂടിയ ഇംഗ്ലീഷുകാർ കയ്യടിയോടുകൂടി പാസ്സാക്കി. അങ്ങനെ മാക്സ് മുള്ളർ തുടങ്ങിയതാണ്. പിന്നെ നെഹ്റുവിലൂടെ പ്രചരിച്ചു. ഇപ്പൊ എല്ലാ ഹിന്ദുക്കളിലൂടെയും പ്രചരിക്കുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ ദ്രാവിഡ ആര്യനെ കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തത് കൊണ്ട് അവരതിനെക്കുറിച്ച് ബോധേടല്ല. വിദ്യാഭ്യാസമുള്ള JNUവിലുള്ള കുറെ ഹിന്ദുക്കളും അതുപോലെ ബുദ്ധിജീവികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് മാക്സ് മുള്ളർ ദുരുദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയ ആര്യ ദ്രാവിഡവാദം സ്വീകരിച്ച് ദ്രാവിഡന്മാർ ദക്ഷിണേന്ത്യക്കാരും ആര്യന്മാർ അവരും, ആര്യന്മാർ വന്നിട്ടാണ് വേദം എഴുതിയത്. തമിഴ് സാഹിത്യത്തെയും തമിഴിനെയും നശിപ്പിച്ച്, അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷയെയും ദ്രാവിഡ സാഹിത്യത്തെയും നശിപ്പിച്ച് വൈദികമായിട്ടുള്ള ഇതുണ്ടാക്കിയതാണ്. ഈ കാലയളവിൽ ഒരു വിഭാഗം ജനത ശരിക്കും മാക്സ് മുള്ളറെ എതിർത്തിരുന്നു. ഒരു വിഭാഗം സാരമില്ല എന്ന് പറയുമ്പോൾ മറ്റേ വിഭാഗം എതിർത്തിരുന്നു. അതിശക്തമായ ഭാഷയിലായിരുന്നു ഒരു ചെറിയൊരു ഗ്രൂപ്പാണെങ്കിലും എതിർത്തിരുന്നത്. ആ എതിർത്തിരുന്നത് ശരിക്ക് ലോർഡ് മെക്കോളയ്ക്കും മാക്സ് മുള്ളർക്കും ഉള്ളിന്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാക്കിയിരുന്നു. മാക്സ് മുള്ളർക്ക് പ്രത്യേകിച്ച് കുറ്റബോധം ഉണ്ടാക്കി. പിന്നെ മാക്സ് മുള്ളർ കുറച്ച് കഴിഞ്ഞിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഈ ആര്യ ദ്രാവിഡ വാദം ഞാൻ ഉണ്ടാക്കിയത് ഇന്ത്യക്കാരെ സ്പ്ലിറ്റ് ചെയ്യാനും അപകർഷതാബോധം ഉണ്ടാക്കാനും വേദത്തെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തത് ഇന്ത്യക്കാരുടെ മനസ്സിൽ ശൂന്യത സൃഷ്ടിച്ച് ക്രിയേറ്റിംഗ് ദ വാക്വം ഇൻ ദ മൈൻഡ് ഓഫ് ഇന്ത്യൻസ് ആൻഡ് ഫില്ലിംഗ് ദാറ്റ് വാക്വം വിത്ത് ദ ബിബ്ലിക്കൽ നോളജ്, ബൈബിളിന്റെ അറിവ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനും അങ്ങനെ ഭാരതത്തെ ക്രൈസ്തവൽക്കരിക്കാനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ചെയ്തത്. എന്ന് കേംബ്രിഡ്ജിലെ ഓഡിറ്റോറിയത്തിൽ പറഞ്ഞപ്പോൾ അത് കേൾക്കാനും ആരും ഉണ്ടായിരുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യാനും ആരും ഉണ്ടായിരുന്നില്ല. അത് മാക്സ് മുള്ളർ പറഞ്ഞോടുകൂടി അവിടെയുള്ളവരൊക്കെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പൊ മാക്സ് മുള്ളറുടെ ആദ്യത്തെ പ്രഭാഷണവും ഡിക്ലറേഷനും അത് നിലനിൽക്കുകയും ചെയ്തു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത് സമൂഹം സ്വീകരിച്ചുമില്ല, അവരും സ്വീകരിച്ചില്ല. ആ മാക്സ് മുള്ളറുടെ ചിന്താധാര ഭാരതീയര്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാര്, ഇവിടെയുള്ള കോൺഗ്രസിന്റെ നെഹ്റുവിന്റെ ലൈനിലൂടെ വന്നവർ സ്വീകരിച്ചു. പിന്നീട് മാക്സ് മുള്ളറുടെ ദുരുദ്ദേശം, മാക്സ് മുള്ളർ ഭാര്യയ്ക്ക് എഴുതിയ കത്ത് പുറത്തേക്ക് വന്നപ്പോ, മാക്സ് മുള്ളർ മെക്കോളയ്ക്ക് എഴുതിയ കത്ത്, മറ്റ് ഭരണാധികാരികൾക്ക് എഴുതിയ കത്ത് പുറത്തേക്ക് വന്നപ്പോ മാക്സ് മുള്ളറുടെയും ഇംഗ്ലീഷുകാരുടെയും ദുരുദ്ദേശം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും അതിനെതിരെയാണ് ഭാരതീയര് പ്രതികരിച്ചത്. പിന്നീട് മാക്സ് മുള്ളർക്ക് തെറ്റ് മനസ്സിലായപ്പോ അദ്ദേഹത്തിൻ്റെതായ അറിവിന്റെ പരിമിതിക്കുള്ളിലിരുന്നുകൊണ്ട് പിന്നത്തെ പുസ്തകങ്ങൾ, ദ ബുക്സ് ഓഫ് ദി ഓറിയന്റൽസ് എന്ന് പറയുന്ന 47 വോളിയം പുസ്തകം, ഇന്നതിന് ഏതാണ്ട് 60,000 രൂപയോ മറ്റോ ആണ് ഇതിന്റെ വില, റീപ്രിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് മോത്തിലാൽ ബനാർസിദാസ് എന്ന കമ്പനി റീപ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അത്രയും ദുരുദ്ദേശത്തോടു കൂടിയല്ല ഇന്റർപ്രിട്ടേഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ ലോകം ഭാരതത്തെക്കുറിച്ച് അറിയാൻ ഈ രണ്ടാമതേ ഉള്ള ഇന്റർപ്രിട്ടേഷൻസ് സഹായിച്ചു. അതുകൊണ്ടാണ് മാക്സ് മുള്ളറെ നേരിട്ട് കാണാൻ വിവേകാനന്ദൻ കപ്പലിറങ്ങിപ്പോയി അദ്ദേഹത്തിനെ കണ്ട് നമസ്കരിച്ച്, നിങ്ങളുടെ പേര് മാക്സ് മുള്ളർ എന്നാണെങ്കിലും ഭാരതീയർക്ക് നിങ്ങൾ മോക്ഷമുള്ള, മോക്ഷ എന്ന വാക്ക് സംസ്കൃത വാക്കാണ്, ബംഗാളിയിലും അതുണ്ട്, മോക്ഷം ലഭിച്ച ആള് എന്ന അർത്ഥത്തിൽ മോക്ഷമുള്ളതാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ച് വിവേകാനന്ദൻ മാക്സ് മുള്ളറെ തൊഴുതു വരികയുണ്ടായി. ഈ ആദ്യ ഭാഗത്തിലാണ് മാക്സ് മുള്ളറെ ഭാരതീയത്തിലെ കുറേയധികം നല്ല ചിന്തയുള്ളവർ വിമർശിച്ചത്. അത് പറയാൻ പാഞ്ഞാളിലെ യാഗ സെമിനാറിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു മുസ്ലിം മുട്ടിന്റെ താഴെ കാലിന്റെ മുകളിൽ മുണ്ടുകൊടുത്തോണ്ട് ഇടത്തോട്ട് എടുത്തോണ്ട് വന്ന് വിമർശിച്ചപ്പോ അതിനകത്തുള്ള കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.
മലപ്പുറത്ത് ധാരാളം പ്രഭാഷണം നടത്തിയപ്പോൾ, ഒരു സ്ഥലത്ത് പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എണ്ണത്തില് സംഖ്യകള് അഭിമാനത്തോടു കൂടിയാണ് ഇപ്പൊ എല്ലാവരും സംഖ്യകൾ എന്ന് പറയുന്നത്. എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് സംഖ്യകൾ എന്ന അഭിമാനത്തോടു കൂടി. RSSകാര്, ആ RSSകാർ അഭിമാനത്തോടു കൂടി നമ്മളെ ദണ്ഡയും പിടിച്ചുകൊണ്ട് റൂട്ട് മാർച്ച് നടത്തി അവരുടെ മാനുഷിക സംഖ്യാശക്തി തെളിയിക്കുമ്പോൾ തലയ്ക്കകത്ത് പൈതൃകത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. അതും കൂടി ഉണ്ടെങ്കിൽ വീട് പണിയാൻ ഇഷ്ടിക മാത്രം പോരാ, ഇടയ്ക്ക് സിമന്റും വെച്ചു കൊടുക്കണം, അറിവും വേണം. അതിന് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ RSSകാരന് മറുപടി പറഞ്ഞത്, ഞങ്ങള് സനാതന ധർമ്മത്തിന്റെ കാവൽ രണ്ടുമുണ്ട്, കാലാൾ പടകളാണ്, കാവൽ പട്ടാളമാണ്. അതുകൊണ്ട് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കുറെ പേരും, അതേപോലെ ഇത് സംരക്ഷിക്കേണ്ട ശാരീരിക ഉത്തരവാദിത്വവുമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ അറിയണം. ഓർമ്മിക്കുക, ഇന്ത്യൻ പട്ടാളക്കാരോട് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവരെ പാകിസ്ഥാൻ പട്ടാളത്തെയും കൊല്ലാനാണ്. പക്ഷെ എന്നോട് കൊല്ലാനേ പറഞ്ഞിട്ടുള്ളൂ. തോക്ക് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, പീരങ്കി എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, വിമാനം എങ്ങനെയാ പറപ്പിക്കേണ്ടത്, അതല്ലെങ്കിൽ ഹെലികോപ്റ്റർ എങ്ങനെയാ പറപ്പിക്കേണ്ടതെന്ന് പഠിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല, കൊല്ലാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അതിന് ഈ അറിവ് വേണ്ടേ? സംരക്ഷിക്കണമെങ്കിൽ അറിവ് വേണ്ടേ കുറച്ചെങ്കിലും? ഇവിടെയാണ് നമുക്ക് പറ്റുന്ന ഒരബദ്ധം. ഇത് നമുക്ക് മനസ്സിലിരിക്കട്ടെ. ഏത് ശാരീരിക രൂപത്തിലും സംഖ്യാരൂപത്തിലും സംഘടനാ രൂപത്തിലും മസിൽ പവറിന്റെ രൂപത്തിലും അല്ലെങ്കിൽ ടങ്ക് പവറിന്റെ രൂപത്തിലും പ്രസംഗിക്കാനോ പ്രവർത്തിക്കാനോ കർമ്മനിരതനാകാനോ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ പോകുമ്പോഴും വിഷയത്തെക്കുറിച്ച് അറിവില്ലാതെ പോകുന്നത് തെറ്റ്. മനസ്സിൽ ഇച്ഛാശക്തി എന്ന ലക്ഷ്മിയും തലച്ചോറിലെ ജ്ഞാനശക്തി എന്ന സരസ്വതിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തി എന്ന പാർവതിയും ഉണ്ടാവണം ഇറങ്ങി പുറപ്പെടുന്നവർക്ക്. അതല്ലെങ്കിൽ ഒരു കാക്കാൻ കയറി വേദ സെമിനാറിൽ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും മിഴിച്ചിരുന്ന മാതിരി ഇരിക്കേണ്ടി വരുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.